പ്രതികരണം എടുക്കുക. ഞാൻ പ്രതീക്ഷയ്ക്ക് കൂടി പോകുന്നു. പ്രതീക്ഷ, ഇപ്പോൾ PMA ഫണ്ട്, പ്രധാനമന്ത്രി ആവാസ് യോജന ഫണ്ട്, അത് കേരളത്തിൽ നടപ്പാക്കുന്നത് ലൈഫ് മിഷനുമായി ചേർന്നാണ്. രണ്ടും കൂടി ചേർത്താണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചെടുക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവകാശവാദവും എല്ലാവർക്കും വീട് എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. അപ്പോൾ ആണ് ഈ പാതി വഴിയിലായ പദ്ധതിയിലെ പാതി വഴിയിലായ വീടുകളുടെ ചിത്രം എന്താണ്, എന്തുകൊണ്ടാണ് ഈ പദ്ധതി ഈ ഗുണഭോക്താക്കൾ പെരുവഴിയിലാകാനുള്ള കാരണം എന്താണ് പ്രതീക്ഷ? ആ സ്മൃതി, നേരത്തെ PMAY പദ്ധതി പ്രകാരം ഒരു വീടിന് ലഭിച്ചിരുന്നത് 1,20,000 രൂപയായിരുന്നു. അതിൽ 72,000 രൂപ ഈ കേന്ദ്ര വിഹിതവും 48,000 രൂപ സംസ്ഥാന വിഹിതവുമായിരുന്നു. പക്ഷേ 1,20,000 രൂപ കൊണ്ടൊരു വീട് പൂർത്തിയാവാത്തത് കൊണ്ട് തന്നെ അത് ലൈഫുമായി സംയോജിപ്പിച്ച് 4 ലക്ഷം രൂപയ്ക്ക് ആ വീട് നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി. ഈ 1,20,000 രൂപ കഴിഞ്ഞ് ബാക്കി വരുന്ന ഫണ്ട് ത്രിതല പഞ്ചായത്തുകൾ, അതായത് ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ചേർന്നാണ് ആ ഫണ്ട് നൽകേണ്ടത്. പക്ഷേ ത്രിതല പഞ്ചായത്തുകളുടെ കയ്യിൽ പണമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി പൂർണ്ണമായും അവതാളത്തിലായിരിക്കുന്നത്. വലിയ ദുരിതം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗുണഭോക്താക്കൾ ഉണ്ട്. കാരണം സർക്കാരിനെ വിശ്വസിച്ചാണ് ഉണ്ടായിരുന്ന കൂര പൊളിച്ച് അവർ വീട് നിർമ്മാണം തുടങ്ങിയത്. പക്ഷേ വീട് നിർമ്മാണം തുടങ്ങിയപ്പോൾ ഫണ്ടില്ലാതെ വന്നതോടെ അവർക്ക് കയറി കിടക്കാൻ ഒരു കിടപ്പാടമില്ലാതെയായി. സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് തൊള്ളിക്കോട് പഞ്ചായത്തിലാണ്. നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ ഒരു വീടിനായി കെട്ടിയ അടിസ്ഥാനം കാണാം. അടിസ്ഥാനത്തിൽ ഒരു പ്രായമായ ഉമ്മയുണ്ട്. ഈ തൊള്ളിക്കോട് സ്വദേശിയായ നുസൈഫ ബീവിയാണ്. ഈ വലിയ ആഗ്രഹപ്രകാരം ഒരു വീട് ലഭിക്കുമെന്ന് പറഞ്ഞാണ് ഈ സർക്കാരിനെ വിശ്വസിച്ച് ഉണ്ടായിരുന്ന കിടപ്പാടം പൊളിച്ചത്. പക്ഷേ ഇപ്പോൾ ആ അമ്മയുടെ ദുരിതം കൂടി നമ്മൾ കേൾക്കണം. എന്താ അമ്മ ഇപ്പോഴത്തെ അവസ്ഥ? വീടില്ല, മുമ്പേ വീടില്ലായിരുന്നു എനിക്ക്. ഇപ്പം എൻ്റെ മോനെടുത്ത വീട്ടിൻ്റെ വാടകയ്ക്ക് കൂടിയാണ് ഞാൻ കിടക്കുന്നത്. പിന്നെ ഒരു വീടിൻ്റെ ആണാപ്പുറം ഞാൻ തീരെ വയ്യ, അങ്ങ് മരിച്ച് വെളിച്ച് അങ്ങനെ ഇപ്പോഴും ആശുപത്രിയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. അത്ര ഗതിയായിട്ട ജീവിതമാണ് നമ്മൾ. ഇതിപ്പോ അടിസ്ഥാനം കിട്ടിയല്ലോ, എന്തെങ്കിലും പൈസ കിട്ടിയായിരുന്നു? ഒരു പൈസ ഇതുവരെയും കിട്ടിയില്ല. ഞാൻ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് പൈസ പാസ്സായി കിടക്കണം, ഈ വോട്ട് കഴിഞ്ഞാൽ ഉടൻ ഉമ്മയ്ക്ക് കിട്ടുമെന്ന്. അപ്പൊ ഇതുവരെയുള്ള ചെലവ് എങ്ങനെയാ? അതുപോലെ ഞാൻ എൻ്റെ കമ്മല് വിറ്റ് 1,40,000 രൂപ ആയി. ഫൗണ്ടേഷൻ തീർന്നപ്പോഴും കമ്മല് പണയം വെച്ചോ? വിറ്റു. വിറ്റാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടത്. ഇതിപ്പോ എത്ര രൂപ ചെലവായി അടിസ്ഥാനം കെട്ടാൻ? 1,40,000 രൂപ അടിസ്ഥാനത്തിന് മാത്രമായി. നമ്മൾ ജോലിക്കൂലി കൂടെ ഈ സ്ഥാനം ഇട്ട് മാത്രം. ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല? ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല. ഈ പൈസ തരുമെന്ന് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇവര്? ഇല്ല, തരാൻ പാസ്സായി കിടക്കണമെന്ന് VO പറഞ്ഞ് വിളിച്ച് കാട്ടാൻ പറഞ്ഞ് പാസ്സായി കിടക്കണം, വോട്ട് കഴിഞ്ഞാൽ ഉടൻ കിട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെയും ഒരു പൈസയും കിട്ടിയില്ല. താമസിക്കുന്ന എവിടെയാ? ഞാൻ എൻ്റെ മോൻ എടുത്ത വീട്ടിൽ കൂടെ വാടകയ്ക്കാണ്. വാടകയ്ക്കാ? മുകളിൽ. ഈ വീട്ടിൽ എപ്പോഴെങ്കിലും ഉടനെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു പൈസ കിട്ടിയാൽ ഇന്ന് കിട്ടണമെങ്കിൽ ഇന്ന് കെട്ടാന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു പവനും വേണ്ടേ നമുക്ക്? സ്മൃതി, അതാണ് കാരണം. ഉണ്ടായിരുന്നൊരു കമ്മൽ വിറ്റാണ് ഇതുവരെ ഈ അടിസ്ഥാനം കിട്ടിയത്. പക്ഷേ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല.